ജീവിതത്തിന്റെ എല്ലാ വഴികളും അടയുമ്പോൾ, മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ ലൈഫിനകത്തുണ്ടാകുമ്പോൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറപ്പിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. യേശു കർത്താവിനെ അറിഞ്ഞ എല്ലാ ദൈവത്തിന്റെ മക്കളുടെ ഹൃദയത്തിനകത്ത് ആഴമേറിയൊരു ബോധ്യമുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ എല്ലാ ഭാരങ്ങളെയും അതിക്രമങ്ങളെയും രോഗങ്ങളെയും യേശു കർത്താവ് ചുമന്ന് നമ്മളെയെല്ലാം വിടുവിച്ചെടുത്ത യേശുവിന്റെ സ്നേഹം. അതകത്ത് വന്നവർക്ക് ഒരിക്കലും ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ പതറി നിൽക്കേണ്ട അവസ്ഥ വരത്തില്ല. അവസ്ഥകളില്ല എന്നുള്ളതല്ല, രോഗങ്ങളില്ല എന്നുള്ളതല്ല, പ്രയാസങ്ങളില്ല എന്നുള്ളതല്ല, ജീവിതത്തിൽ സന്തോഷമില്ലാത്ത അവസ്ഥകളില്ല എന്നുള്ളതല്ല, തിരസ്കരണങ്ങളില്ല എന്നുള്ളതല്ല. പകരം ആ അവസ്ഥകളിലെല്ലാം നമ്മുടെ കൂടെ ഇറങ്ങി നിൽക്കുന്നതും നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ചുമക്കുന്നതുമായ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതും എന്നുള്ള ഹൃദയത്തിനകത്തുള്ള ബോധ്യമാണ് ഒരു ക്രിസ്ത്യാനിയെ, അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ മക്കളെ, ഒരു ദൈവത്തിന്റെ കുഞ്ഞിനെ മുൻപോട്ട് നയിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. നമ്മുടെ എല്ലാം രോഗക്കിടക്കയുടെ അവസ്ഥകളിൽ, നമ്മുടെ എല്ലാം ഭാരത്തിന്റെ അവസ്ഥകളിൽ നമ്മളെ ചുമക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനോ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുമെന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിങ്ങൾ അനുഭവിക്കുന്ന എത്ര വലിയ കഠിനമായ അനുഭവത്തിനകത്തും, എത്ര വേദനിപ്പിക്കുന്ന അനുഭവത്തിനകത്തും നിങ്ങളെ താങ്ങി നിർത്തുന്ന, നിങ്ങളുടെ ഭാരത്തെ ചുമക്കുന്ന, നിങ്ങളുടെ വേദനകളെ ചുമക്കുന്ന ഒരു അരുമനാഥനായ യേശു കർത്താവ് നിങ്ങളുടെ അടുത്തുണ്ട്. ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും മാറിപ്പോകത്തില്ല. നിങ്ങളെ ചേർത്ത് പിടിക്കും, നിങ്ങളെ കരത്തിൽ പിടിച്ച് മുൻപോട്ട് നടത്തും. ആ സ്നേഹത്തെ അറിയുക, ആ സ്നേഹത്തോട് ചേർന്നിരിക്കുക, ആ മാർവോട് ചേർന്നിരിക്കുക. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.